വൃന്ദാവനം ചൊല്ലിയാട്ട പരമ്പരയിൽ ദക്ഷയാഗം കഥയിലെ ഏറ്റവും മേളപ്രധാനവും ചട്ടുലവുമായ ഒരു രംഗത്തിന്റെ ചൊല്ലിയാട്ടമാണ് നമ്മൾ ഇന്ന് കാണുന്നത്. വീരഭദ്രനും ഭദ്രകാളിയും ശിവനും ചേർന്ന രംഗം കൂടെ ഭൂതഗണങ്ങളും അരങ്ങിലാവുമ്പോൾ കാണാറുണ്ട്. ഏറ്റവും പ്രൗഢമായ തൽക്കാലോദ്യൽ എന്ന് ആരംഭിക്കുന്ന ഐനൈമൻ തമ്പിയുടെ ആ ശ്ലോകം തന്നെ ആ ഒരു യുദ്ധോദ്യുക്തമാകുന്ന ഒരു അന്തരീക്ഷത്തെ കൃത്യമായി വരച്ച് കാണിക്കുന്നതിന് സഹായകമാണ്. അത് കഴിഞ്ഞ് ആ ശിവൻ തൃക്കണ്ണ് തുറന്ന് അല്ലെങ്കിൽ നിലത്തടിച്ച് വീരഭദ്രനെ സൃഷ്ടിച്ചു എന്ന ആ ആശയത്തിന്റെ പശ്ചാത്തലവും അതിനു മുമ്പുള്ള രംഗത്തിന്റെ ചടുലതയും ചേർന്ന് പെട്ടെന്ന് പിന്നിൽ നിന്നുള്ള അളർച്ച അരങ്ങിലുണ്ടാക്കുന്ന അനുഭവം അത് സമാനതകളില്ലാത്തത് തന്നെയാണ്. വാസ്തവത്തിൽ മറ്റു താടിവേഷങ്ങളിൽ നിന്ന് ഈ താടിവേഷത്തിന്റെ രംഗാവതരണത്തിന്റെ ഏറ്റവും വലിയ സമ്പന്നത എന്ന് പറയുന്നത് വീരഭദ്രനും ഭദ്രകാളിയും ഭൂതഗണങ്ങളും ഇതെല്ലാം ചേർന്നുണ്ടാക്കുന്ന പ്രചണ്ഡമായ മേളത്തിന്റെ ഒരു വല്ലാത്ത ശ്രവ്യാനുഭവം കൂടിയാണ്. ശ്രവ്യം മാത്രമല്ല, അതിനനുഗുണമാകുന്ന രംഗചലനങ്ങൾ കൊണ്ടുകൂടിയാണ് ഈ ദക്ഷയാഗം കഥയിലെ ഈ ഒരു രംഗം ഇത്രയേറെ ആസ്വാദ്യവും സ്വീകാര്യവുമായത് എന്ന കാര്യം തർക്കമില്ല. ഇതിൽ വേഷക്കാരായി രംഗത്ത് വരുന്നത് നീരജാണ്. ഇതിലെ വീരഭദ്രൻ. ശ്രീരാമൻ ഭദ്രകാളിയായി രംഗത്ത് വരുന്നു. ശ്രീ അരുൺ വാരികർ ശിവനായും. മൂന്നുപേരും കലാമണ്ഡലം എന്ന മഹാവിദ്യാലയത്തിന്റെ ഉൽപ്പന്നങ്ങളാണ്. ശ്രീ കലാനിലയം രാജീവനും ശ്രീ കോട്ടക്കൽ വിനീഷുമാണ് സംഗീതം കൈകാര്യം ചെയ്യുന്നത്. തീർച്ചയായും ഈ പ്രചണ്ഡമായ മേളാനുഭവത്തിന്റെ പശ്ചാത്തലത്തിലല്ലാതെ വീരഭദ്രനോ ഭദ്രകാളിക്കോ ശിവനോ അരങ്ങിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ശ്രീ കലാമണ്ഡലം രവിശങ്കർ ചെണ്ടയിലും ശ്രീ ശ്രീജിത്ത് മദ്ദളത്തിലും ഈ രംഗത്തിന് പൊലിമ വർദ്ധിപ്പിക്കുകയാണ്. ശങ്കരജയഭഗവൻ എന്നൊരു പദമാണ് വീരഭദ്രന് നിർവഹിക്കാനുള്ളത്. എടുത്ത് കലാശിച്ചുകൊണ്ടാണ് വീരഭദ്രനും ഭദ്രകാളിയും ശിവഭൂതങ്ങളും രംഗത്തേക്ക് പ്രവേശിക്കുന്നത്. ഈ എടുത്ത് കലാശം എന്നത് പല കഥകളിൽ നമ്മൾ കാണുന്നതാണ്. ഈ ആദ്യാവസാനക്കാരന്റെ എടുത്ത് കലാശത്തിന് കളരി സമ്പ്രദായത്തിൽ ചെയ്യുന്ന എണ്ണങ്ങൾ ശിശുപാലന്റേതും ഈ വീരഭദ്രന്റേതും വാസ്തവത്തിൽ ഉള്ളടക്കം കൊണ്ട് സമാനമാണ്. അത് വ്യത്യസ്ത അനുഭവങ്ങളാക്കുന്നത് ആ കാലപ്രമാണത്തിൽ വരുന്ന മാറ്റവും അതേപോലെ അനുവദിക്കപ്പെട്ട അക്ഷരകാലങ്ങളിൽ അക്ഷരങ്ങൾ നിറച്ചുകൊണ്ടുണ്ടാക്കുന്ന വ്യത്യാസവുമാണ് ഈ അനുഭവ വ്യത്യാസത്തിന് അടിസ്ഥാനമാകുന്നത് എന്നത് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു ഘടകമാണ്. ഈ രണ്ടു വേഷം ഒരുമിച്ച് ചെയ്യുന്ന എടുത്ത് കലാശം അത് പ്രത്യേകമായ ഒരു ദർശനീയത, പ്രത്യേക ദൃശ്യസുഖം പ്രേക്ഷകർക്ക് നൽകുന്നുമുണ്ട്. അങ്ങനെ ഈ പദം ആരംഭിക്കുന്നു. ശങ്കരജയ ഭഗവൻ ഭവൽപദ പങ്കജമിഹ വന്ദേ. അങ്ങയുടെ കാലടികൾ നമസ്കരിക്കുന്നു. അതിനെ തുടർന്ന് കിങ്കരനാകുന്ന ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് കൽപ്പിച്ചാലും എന്ന പദം. ഈ ഓരോ ചരണം ഓരോ ചരണാന്ത്യത്തിലും കലാശിക്കുന്നതോടൊപ്പം അതിമനോഹരമായ രീതിയിൽ തോങ്കാരം ഉൾപ്പെടെയുള്ള നൃത്തവിശേഷങ്ങളും വട്ടം വെച്ച് കലാശങ്ങൾ പോലെയുള്ള നൃത്തവിശേഷങ്ങളും ഒക്കെ ഇണക്കി ചേർത്തുകൊണ്ടാണ് ഇതിന്റെ ആ ഒരു ചടുലത അരങ്ങിൽ സൃഷ്ടിച്ചെടുക്കുന്നത്. സ്ഥലമാം കടൽ എന്നൊരു ചരണം കളരി സമ്പ്രദായത്തിലുണ്ടോ എന്നറിയില്ല. ഗതി മാറ്റി നടമാറ്റി ചൊല്ലുന്ന ഒരു രീതി എന്തായാലും ഇന്ന് അരങ്ങിൽ പ്രചാരത്തിലുണ്ട്. അതിനനുഗുണമാകുന്ന രീതിയിലായിരിക്കും അപ്പോൾ നടന്റെ രംഗചലനങ്ങളും. ഇതിന് മറുപടിയായാണ് നളിനാസന സുതനാകിയ ദക്ഷന്റെ അഹങ്കാരം തീർക്കണമെന്നും അവൻ എനിക്കുള്ള യജ്ഞഭാഗം തരാതിരിക്കുകയാണെങ്കിൽ ചെന്ന് അവനെ കൊന്നു വന്നിടുക എന്ന ശിവന്റെ കൽപ്പന രൂപപ്പെടുന്നു. അവിടെ മുറുകിയ കാലത്തിൽ ഇത്ത കലാശം എടുത്തുകൊണ്ട് ആ രംഗത്തിന്റെ ചടുലത ഒരു പാരമ്യത്തിൽ എത്തിക്കുന്ന രീതിയിൽ അത് അവസാനിക്കുകയും തുടർന്ന് ചെറിയൊരു ആട്ടമുണ്ട്. എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നതിന്റെ ഭാഗമായി ഈ ചെന്ന് അവിടെ അവരെല്ലാം യാഗശാലയെല്ലാം നശിപ്പിച്ചു വരണം എന്ന് ശിവൻ പറയുന്നത് പോലെയും അങ്ങനെ ചെയ്തു കൊള്ളാം എന്ന് വീരഭദ്രാദികൾ മറുപടി പറയുന്നത് പോലെയും ആ രംഗം അവസാനിപ്പിക്കുകയും നാലാമിരട്ടി എടുത്ത് ഇനി ഏറ്റവും പെട്ടെന്ന് ദക്ഷന്റെ യാഗശാലയിലേക്ക് യാത്ര ആരംഭിക്കുക തന്നെ എന്ന് പറഞ്ഞ് ഒരു നാലാമിരട്ടി കലാശത്തോടു കൂടി രംഗത്ത് നിഷ്ക്രമിക്കുകയും ചെയ്യും. ഇതാണ് ഈ സന്ദർഭം. വളരെയേറെ
നാടകീയമാണ്. അതോടൊപ്പം തന്നെ മേളത്തിന്റെ പ്രചണ്ഡത കൊണ്ട് തന്നെ ഏറ്റവും സമ്പന്നവുമായ രംഗം ആസ്വാദ്യമാകും. ശ്രദ്ധാപൂർവം കാണണം എന്ന അഭ്യർത്ഥനയോടെ ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. शंकर जय भगवन भवल पद शंकर जय भगवल भवल पद शंकर जय भगवन भवल पद पंकज मिह वंदे भवल पद पंकज मिह वंदे पद पंकज मिह वंदे
കിങ്കരനായിടുവെന്നാലധുന കിങ്കരനായിടുമെന്നാലധുന കരണീയമതരുൾ ചെയ്യണം കിം കരണീയമതരുൾ ചെയ്യണം അവൾ പദപങ്കജമിഹ വന്ദേ ഭവൽ പദപങ്കജമിഹ വന്ദേ ധനുജാതിഥി ധനുജാഖില ധനുജാതിഥി ധനുജാഖില ധനുജാതി ഭുവനജ മനുജാതി ഭുവനജ ഗിരിശനിങ്കലരിഷമുള്ളവരൈഹ ഗിരിശനിങ്കലരിശമുള്ളവരൈഹ കണ്ടുകൊണ്ട കൊണ്ടുവരുവന ചിര കണ്ടുകൊള്ളുക കൊണ്ടുവരുവനജിരാൻ പങ്കജമിഹ വന്ദേ ഭവൽ പദപങ്കജമിഹ വന്ദേ ഫലമാം കടൽ ഫലമാം കടൽ ഫലമാം കടൽ വിലമാം ഗിരി ഫലമാം കടൽ വിലമാം ഗിരി ജലമാം ക്ഷിതിതലവും ജലമാം ക്ഷിതിതലവും അടിയനോക്കിലുടന ശേഷ ജഗദപി അടിയനോർക്കിലുടന ശേഷ ജഗദപി അടവത്തില്ല ചടുതി പൊടിപെടും തടവതില്ല ചടുതി പൊടി പൊടി പങ്കജമിഹ വന്ദേ ഭവൽ പദപങ്കജമിഹ വന്ദേ മണിനാഥന
മഖഭാഗം ജളനൻ മഖഭാഗം അന്നിടായ്ക്കിൽ നിന്ദരായ ദക്ഷനെ തന്നിടായിൽ നിന്ദനായ ദക്ഷനെ ചെന്നു കൊന്നു വന്നിടേണം ചെന്നു കൊന്നു വന്നിടേണം ഭൂരിഭദ്രപുളവ ഭൂരിഭദ്ര